ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഓൺലൈനിൽ. ഇപ്പോൾ കുറേ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയണേ. ഇപ്പം നമുക്കറിയാം റോസ്മേരിയുടെ ഗുണങ്ങൾ നമുക്കറിയാം. മുടി ശരിയാണ്, പുതിയ മുടികൾ വളരാൻ ഹെൽപ്പ് ചെയ്യും, സ്കാൽപ്പിൻ്റെ ഹെൽത്ത് കൂട്ടും, ഡാൻഡ്രഫ് കുറയ്ക്കും, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് റോസ്മേരിക്ക്. അപ്പോൾ നമുക്ക് ഇതിന് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഇതിലവർ പറയുന്നുണ്ട് സിലിക്കോൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, ക്രുവൽറ്റി ഫ്രീ, ആർട്ടിഫിഷ്യൽ കളർ ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഫ്രേഗ്രൻസ് ഉണ്ട്. അവർ ഫ്രേഗ്രൻസ് ഫ്രീ എന്ന് പറയാനില്ല. പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ലൊരു സ്ട്രോങ് ഫ്രേഗ്രൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. റോസ്മേരി ലീഫിനൊരു മണമുണ്ട്, അതല്ലാതെ വേറൊരു മണം കൂടെ ഈ പ്രൊഡക്റ്റിനുണ്ട്. അപ്പോൾ ഫ്രേഗ്രൻസ് ഫ്രീ അല്ല ഈ പ്രൊഡക്റ്റ്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സ്പ്രേ ബോട്ടിലാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അറിയാതെ ഞെങ്ങി പ്രൊഡക്റ്റ് പുറത്ത് പോകാതിരിക്കാനായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അതായത് ഓൺ ഓഫ് ഇങ്ങനെ ലോക്ക് ചെയ്യണ സാധനമുണ്ട്. അപ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോൾ ലോക്കാവും. നമുക്ക് പിന്നെ നിൽക്കുമ്പോൾ ലോക്കാവും. അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല. ഓൺ ആക്കുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്പ്രേ ബോട്ടിലാണ്. അടുത്ത് നമുക്ക് ഇവരുടെ പാക്കേജിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഷാമ്പൂ ഒക്കെ ചെയ്ത് കണ്ടീഷണറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്കാൽപ്പിലും ഹെയറിലും എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങണേക്കാൾ മുമ്പ് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, മീൻസ് കുളിയൊക്കെ കഴിഞ്ഞ് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വെച്ച് നടക്കാം എന്നാണ് ഇവർ പറയണത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ അക്വ നമുക്കറിയാം വെള്ളമാണ്. പ്രൊപ്പൻഡിയോളും പ്രൊപ്പലിൻ ഗ്ലൈക്കോളും 2 മോയ്സ്ചറൈസിങ് ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റോസ്മേരി എക്സ്ട്രാക്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വായിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും ലിസ്റ്റിൻ്റെ മുകളിലുണ്ടാവുക. അത് കോൺസെൻട്രേഷൻ ലിസ്റ്റിൻ്റെ താഴത്തേക്ക് വരുന്നതോറും അതിൻ്റെ ഓരോ സാധനങ്ങളിൽ അതിലുപയോഗിച്ചാണ് അളവ് കുറഞ്ഞു വരും. അങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ 4ാമത്തെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ 4ാമത്തെയാണ് ഈ റോസ്മേരി എക്സ്ട്രാക്റ്റ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പോളിസോർബേറ്റ് 20. അതായത് അത് നമ്മുടെ ഈ സ്കാൽപ്പിൻ്റെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ഫ്രിസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് DMDM ഹൈഡ്രന്റ് ഓയിൽ എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവാണ്. ഈ പ്രിസർവേറ്റീവിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് അവർക്ക്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. മീൻസ് അപ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിൻ, ഇപ്പം നമുക്ക് മുടി കൊഴിയുന്നത് കൊണ്ടാണല്ലോ നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുടി കൊഴിച്ചിൽ നമ്മുടെ സ്കാൽപ്പിലുള്ള ഇറിറ്റേഷൻ കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ സ്കാൽപ്പിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ നല്ലതാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, നല്ലതാണ്. പിന്നെ 2 ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അത് പ്രൊണൗൺസ് ചെയ്തിട്ട് പാടാണ്. അപ്പോൾ ഞാനതിനെ MCI എന്ന് പറയാം. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രിസർവേറ്റീവിൻ്റെ നല്ലൊരു എഫക്റ്റ് കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റഡീസ് പ്രകാരം ഒരു പ്രൊഡക്റ്റിലും ഇത് ഒരു 0.0015% മുകളിൽ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നിർബന്ധമുണ്ട്. പിന്നെ അത് മാത്രമല്ല ലീവ് ഓൺ പ്രൊഡക്ട്സ്, അതായത് നമ്മൾ തേച്ചിട്ട് അപ്പം തന്നെ കഴുകി കളയാത്ത പ്രൊഡക്ട്സിലൊന്നും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കരുതെന്നാണ് സാധാരണ കുറേ സ്റ്റഡീസൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 3 രീതിയിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓവർനൈറ്റ് ലീവ് ചെയ്യണതും പിന്നെ കഴുകി കളയാതിരിക്കുന്ന 2 മെത്തേഡിലും ഇത് ഉപയോഗിക്കാതിരിക്കേണ്ടതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത 3 പ്രിസർവേറ്റീവ്സും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. റിസ്ക് എടുക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഞാനത് ഉപയോഗിക്കേണ്ടതെന്നേ പറയുള്ളൂ. ഇതെനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഓൾറെഡി സെൻസിറ്റീവ് സ്കിന്നാണ്, മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ പിന്നെ ഓൾറെഡി ഇറിറ്റേറ്റ് ചെയ്ത സ്കിന്നിന് ഇത് തേച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആകെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമില്ല.
പക്ഷെ നമുക്ക് ഇതിന് പകരമായിട്ട് ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഒന്നല്ലെങ്കിൽ ഡ്രൈഡ് റോസ്മേരി ലീവ്സ് വാങ്ങിച്ച് തിളപ്പിച്ച്, അല്ലെങ്കിൽ തിളപ്പിക്കണമെന്നില്ല, നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം ആ വെള്ളം ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാം. നമുക്ക് അത് ഫ്രിഡ്ജിൽ ഒരു മാസം വരെ ഒരു മാസമല്ല, ഒരു ആഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഇച്ചിരി കൂടെ സേഫ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യണം. അതുപോലത്തെ റോസ്മേരി വാട്ടേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അങ്ങനത്തെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ യൂട്യൂബിൽ കുറേ പേര് ഉപയോഗിക്കുന്ന റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇതുവരെ കുഴപ്പമില്ലെങ്കിൽ പിന്നെ പറയാനില്ല. പക്ഷേ ഇനി വാങ്ങണോ വേണ്ടയോ എന്ന് അങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കണവരാണെങ്കിൽ ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. വേറെ നല്ല സേഫർ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. പിന്നെ റോസ്മേരി, ഇപ്പം ഈ പ്രൊഡക്റ്റ് അല്ല, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, അതായത് റോസ്മേരി ഉള്ള ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ ഈ മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കിൻ കെയർ ക്ലിനിക്കിലൊക്കെ പോയിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് തരണ മിനോക്സിഡിൽ എന്ന് പറഞ്ഞ മരുന്നിൻ്റെ ഏകദേശം സെയിം എഫക്റ്റാണ് ഈ റോസ്മേരിക്കുള്ളത്. അപ്പോൾ നമ്മൾ റോസ്മേരി ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ളതിനേക്കാൾ മുടി കൊഴിച്ചിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ തുടങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾ റോസ്മേരി ഉപയോഗിച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചധികം നാളത്തേക്ക് ഉപയോഗിക്കാൻ കരുതി വേണം നിങ്ങൾ അത് തുടങ്ങാനായിട്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്താൻ പാടില്ല. പിന്നെ 2 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഈ വുമൻസ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ചില പ്രത്യേകതരം മെഡിസിൻസ്, ഇപ്പോൾ ബ്ലഡ് തിന്നേഴ്സ് അങ്ങനത്തെ ഒക്കെ മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ അവരുടെ ഡോക്ടേഴ്സിനോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് MRP 225 രൂപയാണ്. പക്ഷേ നമുക്ക് ഈ പർപ്പിൾ അങ്ങനത്തെ ഒക്കെ ആപ്പിൽ അങ്ങനത്തെ ഒക്കെ സൈറ്റിൽ നമുക്ക് ഇതിനൊക്കെ റേറ്റ് കുറവിൽ കിട്ടും. പക്ഷേ പേഴ്സണലി ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുമില്ല, ഇനി യൂസ് ചെയ്യുമില്ല. പക്ഷേ ഈ സ്പ്രേ ബോട്ടിൽ നല്ലതാണ്, അത് ഞാൻ എടുത്തു വയ്ക്കും. എൻ്റെ ഉള്ളിലത്തൊക്കെ വന്നിട്ട് ഞാൻ ആ സ്പ്രേ ബോട്ടിൽ എടുത്തു വയ്ക്കും. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഓണസ്റ്റ് ഒപ്പീനിയൻസ് ആണ്. ഈ വീഡിയോ സ്പോൺസേർഡ് അല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.